ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സാമ്പിൾ പ്രോഗ്രാം ഡിസ്കസ് ചെയ്തായിരുന്നു. ആ സെയിം പ്രോഗ്രാം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ സെയിം പ്രോഗ്രാമിൽ തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ആദ്യം ഞാനിവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോഗ്രാമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ഓരോ മിസ്റ്റേക്സ് വെച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ ലൈനിലും, അതായത് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും ഓരോ മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ ഇവിടെ വെച്ചൊന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഓരോ ലൈനിലെയും മിസ്റ്റേക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാ ലൈനിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും. എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും. ആ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് ഈ വീഡിയോയുടെ ബാക്കി കാണുക. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. ഓരോ ലൈനിലും ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും എന്തൊക്കെ മിസ്റ്റേക്കാണ് ഉള്ളത് എന്ന് പറയാം. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ഏറ്റവും നിങ്ങൾ മിസ്റ്റേക്സ് എല്ലാം കണ്ടെത്തി കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം ഈ വീഡിയോ ബാക്കി കേൾക്കുക. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഒരു സെമി കോളൻ ഉണ്ട്. ആക്ച്വലി അങ്ങനെ സെമി കോളൻ പാടില്ല. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം സെമി കോളൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്തെന്ന് പറയുന്നത്, ഈ ആദ്യത്തെ യൂസിങ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് എല്ലാം, അതായത് നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കമാൻഡായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വേർഡ്സും മിക്കവയും സെൻറ്റൻസ്, അതായത് സ്മോൾ ലെറ്റേഴ്സ് തന്നെയായിരിക്കും. നമ്മളിവിടെ ഇൻ്റെന്നും മെയിനെന്നും എഴുതി, അല്ലെങ്കിൽ COUT, CN അങ്ങനെ കീവേഡ്സ് ആയിട്ട് വരുന്ന, അത് അവിടെ IOStream, ഇൻക്ലൂഡ്, നെയിം സ്പേസ്, STD എന്നീ പറയുന്ന ഇതിൽ തന്നെ പ്രോഗ്രാമിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വേർഡ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്നുള്ളതിൽ യൂസിങ്ങിലെ U എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആണ് വരേണ്ടത്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി. നമ്മുടെ C++ലും C ലാംഗ്വേജിലായിരുന്നാലും സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്ററിന് പകരം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. സ്മോൾ ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യൂസിങ്ങിൽ U എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി. അത് ആക്ച്വലി സ്മോൾ ലെറ്റർ ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇത് എന്ന് പറയുന്നത് ഒരു കമാൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ കമാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അത് പ്രോഗ്രാമിൽ കാണിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സ്ലാഷിൻ്റെ 2 സിമ്പിളാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്ലാഷിൻ്റെ 2 സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഒരു സംഭവം, ഒരു ടെക്സ്റ്റും അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ആ ലൈനിൽ പിന്നെ വരുന്ന ഒരു ടെക്സ്റ്റും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ, ഇവിടെ / ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് / അല്ല വേണ്ടത്, സ്ലാഷ്, അതായത് ഫോർവേഡ് സ്ലാഷ്, അതാണ് വേണ്ടത്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന / ആയിപ്പോയി. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്? ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ബ്രാക്കറ്റ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ് സിമ്പിൾ ബ്രാക്കറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റ്സ് അല്ല. അപ്പോൾ ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക്. ഇതിലുള്ള മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ കേർലി ബ്രാക്കറ്റ് ആണ് കൊടുക്കേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല കേർലി. അതായത് ബ്രേസസ് എന്ന് പറയുന്ന ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നതാണ് ഇവിടുത്തത്. ഇപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല ഉപയോഗിക്കേണ്ടത്, കേർലി ബ്രാക്കറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സിമ്പിൾ ബ്രാക്കറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ബ്രാക്കറ്റ്സ് അല്ല ഉപയോഗിക്കേണ്ടത്, കേർലി ബ്രാക്കറ്റ്സ്, അതായത് ബ്രേസസ് എന്ന് പറയുന്ന ബ്രാക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടുത്തെ നോക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള മിസ്റ്റേക്ക് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു, ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം അവസാനിക്കേണ്ടത് ഈ സെമി കോളൻ ഉപയോഗിച്ചാണ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അവസാനിക്കേണ്ടതെന്ന് പറഞ്ഞു. സെമി കോളൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെർമിനേഷനാണ് സെമി കോളൻ ഉപയോഗിച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെമി കോളൻ അല്ല കൊടുത്തിട്ടുള്ളത്, ഇവിടെ കോളനാണ് കൊടുത്തിട്ടുള്ളത്. 2 കുത്ത് കോളനാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ആ ലൈനിലെ മിസ്റ്റേക്ക്, അതായത് ആ സ്റ്റേറ്റ്മെൻറ്റിലെ മിസ്റ്റേക്ക്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഡിസ്പ്ലേ, എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. COUT കഴിഞ്ഞിട്ട് എന്ത് എഴുതിയാലും അത് അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എന്ത് മെൻഷൻ ചെയ്താലും അത് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ആക്ച്വലി
സി ഔട്ടിൻ്റെ കൂടെ എപ്പോഴും ലെസ് ദാൻ സിമ്പിൾ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. 2 ലെസ് ദാൻ സിമ്പിൾ, അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്ന 2 ലെസ് ദാൻ സിമ്പിളാണ് നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആയിപ്പോയി, അതാണ് അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു, ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റിനെ ഔട്ട്പുട്ട് ഡിസ്പ്ലേയിലോട്ട് സെൻഡ് ചെയ്യുക എന്ന ആ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ലെസ് ദാൻ സിമ്പിളാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ ആ ഡയറക്ഷൻ തന്നെ കറക്റ്റ് ആവുന്നില്ല. അതായത് ഈ ടെക്സ്റ്റിനെ ഈ ഡിസ്പ്ലേയിലോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ടായിരിക്കും, ലെഫ്റ്റിലോട്ടായിരിക്കണം ആ ഡയറക്ഷൻ സൂചിപ്പിക്കേണ്ടത്. പക്ഷേ ഇതിപ്പം തിരിഞ്ഞുപോയി. അപ്പോൾ അതായത് ലെസ് ദാൻ സിമ്പിളാണ് ഈ കേസിൽ ഉപയോഗിക്കേണ്ടത്. ഈ സ്റ്റേറ്റ്മെൻറ്റിലെ മിസ്റ്റേക്ക് നോക്കുക. ഇവിടെ എന്താണ്, ഇവിടെ ആക്ച്വലി സി ഇന്നിൻ്റെ കൂടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ആ വാല്യൂവിനെ, ആ ഡാറ്റയെ ഓരോ വേരിയബിൾസിലോട്ട് സ്റ്റോർ ചെയ്യുക എന്ന ആ ഡയറക്ഷൻ കാണിക്കാനുള്ള രീതിയിലാണ് നമ്മളിവിടെ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് സി ഇന്നിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. പക്ഷേ 2 എണ്ണം വെച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ തന്നെ, പക്ഷേ 2 എണ്ണം വെച്ച്, ഇവിടെയും 2 എണ്ണം വേണം, ഇവിടെയും 2 എണ്ണം വേണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലെ മിസ്റ്റേക്ക്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റിലെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അത് സ്മോൾ ലെറ്റേഴ്സിലാണ് ക്രിയേറ്റ് ചെയ്തത്. സം നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ക്രിയേറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ 3 ലെറ്ററും 3 ക്യാരക്ടറും സ്മോൾ ലെറ്റേഴ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സെയിം സാധനം തന്നെ ഇവിടെയും യൂസ് ചെയ്യണം. ഇവിടെ പക്ഷേ ആദ്യത്തെ എസ് എന്ന് പറയുന്ന ലെറ്റർ ക്യാപിറ്റലായിപ്പോയി. ഇവിടെ ക്യാപിറ്റലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് എങ്കിൽ നമുക്ക് ഇവിടെയും ക്യാപിറ്റൽ തന്നെ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഇവിടെയും സ്മോൾ ലെറ്റർ തന്നെ യൂസ് ചെയ്യണം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്, അത് സ്മോൾ ലെറ്റർ ആവേണ്ടതായിരുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മിസ്റ്റേക്ക് കണ്ടെത്തുക. ഇവിടെ സി ഔട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെസ് ദാൻ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് 2 ലെസ് ദാൻ സിമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനെ, ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വരുന്ന ഈ ടെക്സ്റ്റിനെ ഡിസ്പ്ലേയിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഡയറക്ഷനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇവിടെയുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, ഈ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഈ സം ഈക്വൽ ടു എന്നുള്ള ഡബിൾ കോട്ട്സിൻ്റെ അകത്തുള്ള ടെക്സ്റ്റും ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ സം എന്ന വേരിയബിളിൻ്റെ വാല്യൂവും കൂടെ അതോടെ ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഈ ലെസ് ദാൻ സിമ്പിൾ, അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ 2 ലെസ് ദാൻ സിമ്പിളും കൂടെ എഴുതിയിട്ടാണ് ഈ വേരിയബിളിൻ്റെ നെയിം നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഡബിൾ കോട്ട്സ് കഴിഞ്ഞിട്ട് ഈ ലെസ് ദാൻ സിമ്പിൾ, 2 ലെസ് ദാൻ സിമ്പിളും കൂടെ വേണമായിരുന്നു, ഔട്ട്പുട്ട് ഓപ്പറേറ്ററും കൂടെ വേണമായിരുന്നു. എന്നിട്ട് സം എന്ന് എഴുതിയാൽ അതിൻ്റെ ആ സം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. ഇതായിരുന്നു ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. 2 ലെസ് ദാൻ സിമ്പിളും കൂടെ ഇവിടെ വേണമായിരുന്നു. അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേക്ക് എന്താണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഇവിടെ അവസാനിക്കുന്നത് ഒരു സെമി കോളൻ വെച്ചായിരിക്കണം എന്നും അവസാനിക്കേണ്ട. ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും സെമി കോളൻ ഉപയോഗിച്ചാണ് എൻഡ് ചെയ്യേണ്ടത്. ഇവിടെ സെമി കോളൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതായിരുന്നു അതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആക്ച്വലായിട്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രോഗ്രാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരു മിസ്റ്റേക്സും ഇല്ലാത്ത പ്രോഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പഠിച്ചത്. ഓരോ ലൈനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പം ഇതാണ് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പ്രോഗ്രാം. ഇതേ പ്രോഗ്രാം തന്നെ ഞാൻ കുറച്ച് ചെറിയ ചേഞ്ചസ് വരുത്തി ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ട് കാണും. ഞാൻ വളരെ ചെറിയ 3-4 ടിപ്സ് അല്ലെങ്കിൽ 3-4 ചെറിയ പോയിൻറ്റ്സാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പോയിൻറ്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയി പോകും. നിങ്ങൾ ഇവിടെ മുതലുള്ള പോർഷൻ 1-2 തവണ വീഡിയോ കണ്ടാലും കുഴപ്പമില്ല, അത്രത്തോളം മനസ്സിലാവും. ഞാനിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ പ്രോഗ്രാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഈ പ്രോഗ്രാം, ഇതിൽ ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രമിക്കും. ചേഞ്ചസ് എങ്ങനെയൊക്കെ വരുത്താം എന്നാണ്, പല രീതിയിൽ വരുത്താം. നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ കണ്ടു, ഇവിടെ ഇൻറ്റീജർ നമ്പേഴ്സാണ് എൻ്റർ ചെയ്യാൻ പറഞ്ഞത്. ഇൻറ്റീജർ നമ്പേഴ്സിന് പകരം ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പറാണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും, എന്തെങ്കിലും ആൽഫാബറ്റൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് വരും എന്നൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട്, ഇതിപ്പം നമ്മൾ ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് പകരം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ട് ഇൻറ്റീജർ നമ്പേഴ്സ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇൻറ്റീജേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഫ്ലോട്ട് വാല്യൂസ് ഒന്നും എൻട്രി ചെയ്ത് കൊടുക്കാൻ പോകുന്നില്ല. ഇൻറ്റീജേഴ്സ് ഡിഫൈൻ ചെയ്തിട്ട് ഇൻറ്റീജേഴ്സേ നമ്മൾ എൻട്രി ചെയ്യത്തുള്ളൂ. പക്ഷേ എന്നാലും ഫ്ലോട്ട് വാല്യൂസ്, അതായത് ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സ് എൻട്രി ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അപ്പം ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിവിടെ കണ്ടു, ഇവിടെ 2 വേരിയബിൾസ്, ടോട്ടൽ 3 വേരിയബിൾസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അതിൽ എ എന്നും ബി എന്ന് പറയുന്ന വേരിയബിൾസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ മൂന്നാമതൊരു സം എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ എയുടെയും ബിയുടെയും വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ആഡ് ചെയ്തിട്ട് അതിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ട് ആ വേരിയബിളിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ഔട്ട്പുട്ട് വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഈ വേരിയബിൾ ഇങ്ങനെ സം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ഒരു വ്യത്യാസവും ഇല്ലാതെ ഇതേ ഔട്ട്പുട്ട് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ആ മെത്തേഡാണ് കാണിക്കുന്നത്. നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു രീതിയൊക്കെ ആയിരിക്കും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 2 എ എന്നും ബി എന്നും 2 വേരിയബിൾസേ ക്രിയേറ്റ് ചെയ്തോളൂ. എന്നിട്ട് അതിനെ എൻ്റർ ചെയ്യാനായിട്ട് പറയും. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ എയിലോട്ടും ബിയിലോട്ടും അത് സ്റ്റോർ ചെയ്യുന്നു. ഇനി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡയറക്റ്റ് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ എഴുതുകയാണ്. സാധാരണ ഈ സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണമായിരുന്നു നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. പകരം സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോകണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് അങ്ങ് പോവുകയാണ്. ഇവിടെ സി ഔട്ട് എന്ന് എഴുതി 2 ലെസ് ദാൻ സിമ്പിൾ കൊടുത്തു. ഡബിൾ കോഴ്സിൻ്റെ അകത്ത് സം ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് സമ്മിൻ്റെ വാല്യൂ ഇതിൻ്റെ 2ൻ്റെ നമ്പറിൻ്റെയും സം എത്രയാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് എ പ്ലസ് ബി എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്താൽ മതി. അത് തന്നെ എയും ബിയും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണോ അത് ഈ പ്ലേസിൽ ഡിസ്പ്ലേ ചെയ്തോളും. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതിൻ്റെ പ്ലേസിൽ എ പ്ലസ് ബി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ അങ്ങ് കറക്റ്റായിട്ട് അങ്ങ് ഡിസ്പ്ലേ ചെയ്തോളും. അതായത് ഇത് രണ്ടും കൂടെ സം ചെയ്തിട്ട് വേറെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ആ വേരിയബിളിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്തതുപോലെ 2 നമ്പറും കൂടെ ആഡ് ചെയ്ത് ഒരു വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ വേരിയബിളോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ തന്നെ നമുക്കിവിടെ അങ്ങ് മെൻഷൻ ചെയ്യാം. 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് അതായത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററോടെ എഴുതിയിട്ട് എ പ്ലസ് ബി എന്ന ഇക്വേഷൻ തന്നെ കൊടുത്താൽ ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആയിരിക്കും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് ഇവിടെ 50 എന്ന് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് അഡീഷണൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് ആ ഇക്വേഷൻ തന്നെ ഇവിടെ ഇട്ട് കൊടുത്താൽ അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചത്. ഇനി അടുത്ത ഒരു ചേഞ്ച് ഞാൻ പറയാം. നമ്മളിവിടെ 2 ഇൻറ്റീജേഴ്സ് നമ്പർ എൻ്റർ ചെയ്യുക എന്നാണ് പറയുന്നത്. അതിന് പകരം ആദ്യത്തെ നമ്പർ ഇൻറ്റീജറും രണ്ടാമത്തെ നമ്പർ ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പർ, അതായത് ഡെസിമൽ പ്ലേസസ് ഉള്ള ഒരു നമ്പർ ആണ് എൻ്റർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രോഗ്രാം എഴുതുന്നത് നോക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എ എന്നും ബി എന്നും പറയുന്ന വേരിയബിൾസ് രണ്ടും ഇൻറ്റീജേഴ്സ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എ മാത്രം ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ബി എന്ന് പറയുന്ന വേരിയബിളിനെ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലും കൂടെ ഡിക്ലെയർ ചെയ്യും. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കൂ. ആ മോഡിഫിക്കേഷനാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ 2 നമ്പേഴ്സ് എ ആൻഡ് ബി, ഇവിടെ ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നില്ല. എൻ്റെ 2 നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് പറയും. നമ്മൾ ആദ്യത്തത് ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ നമ്പറായിട്ട് 30.578 എന്ന ഒരു ഡെസിമൽ പ്ലേസസ് ഉള്ള ഒരു നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഈ നമ്പർ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻറ്റീജറായിട്ട് ആ ബി എന്ന വേരിയബിളിന് ഡിക്ലെയർ ചെയ്താൽ പോരാ, ഫ്ലോട്ട് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഫ്ലോട്ട് എന്നാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അപ് ടു 7 ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പേഴ്സിന് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫ്ലോട്ട് എന്ന് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ സം എന്ന് പറഞ്ഞ പുതിയൊരു വേരിയബിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. ഡയറക്റ്റ് ആയിട്ട് എ പ്ലസ് ബി എന്ന് ഇവിടെ കൊടുത്തു. സി ഔട്ട് സം എന്ന് കൊടുത്ത് സം ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് ഡയറക്റ്റ് എ പ്ലസ് ബി എന്നും മെൻഷൻ ചെയ്തു. അപ്പോൾ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂസ് 20യും 30.578 കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് അവിടെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. 50.578 എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പം ഒരു നമ്പർ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതേ സംഭവം തന്നെ മൂന്നാമതൊരു വേരിയബിൾ, അതായത് സം എന്ന് പറയുന്ന വേരിയബിളും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉള്ള രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ വരുന്ന വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മിനെയും കൂടെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ തന്നെ എഴുതേണ്ടതായിട്ട് വരും. കാരണം ഒരു ഇൻറ്റീജറും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ടും എന്തായാലും ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സമ്മിനെയും കൂടെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എ എന്ന് പറയുന്ന വേരിയബിൾ മാത്രം ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യുന്നു. ബാക്കി വരുന്ന ബി എന്നും സം എന്നും പറയുന്ന വേരിയബിൾസ് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് 2 നമ്പർ നമ്മൾ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. നമ്മൾ ആദ്യത്തെ നമ്പർ ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ നമ്പർ ഒരു ഡെസിമൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
അത് എയും ബിയും അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ A+B കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിലും ബിയിലും എ എന്ന് പറയുന്ന വേരിയബിളിലും ബി എന്ന് പറയുന്ന വേരിയബിളിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിൽ ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പറും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സം ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് സം ഈക്വൽ ടു എന്ന് മെൻഷൻ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ട് ആ സം എന്ന് പറയുന്ന വേരിയബിളും കൂടെ മെൻഷൻ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണോ, ഈ സം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സാധിക്കും. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് വന്നൊരു ഡൗട്ട് പോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന നമ്പർ സേവ് ചെയ്യാനായിട്ട് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ഇതേ അവസ്ഥയെ തന്നെ ആദ്യമേ തന്നെ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസസ് ഉള്ള ഒരു നമ്പറാണ് എൻട്രി ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണാം. അതായത് ഇവിടെ 20ക്ക് പകരം നമ്മൾ 20.44 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ ഇതേ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റീജറായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ നമ്പറിനെ തന്നെ ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പറിനെ എൻട്രി ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കിപ്പം കാണാം. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിളിനെ ഇൻറ്റീജർ നമ്പർ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം എൻ്റർ 2 നമ്പേഴ്സ് എ ആൻഡ് ബി എന്ന് ചോദിക്കുമ്പോൾ ആദ്യമേ തന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 20.44 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത ഉടനെ തന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇൻറ്റീജർ ആയിരുന്നു അത് വേണ്ടിയിരുന്ന കീബോർഡ് വഴി ആദ്യം സെറ്റ് ചെയ്യുന്ന നമ്പർ ഇൻറ്റീജർ ആയിട്ടാണ് അവിടെ ഡിക്ലെയർ ചെയ്തത്. പക്ഷേ അതേസമയം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് ഫ്ലോട്ട് എന്ന ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പറായിപ്പോയി. സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു മിസ്റ്റേക്സ്, ഈ ഒരു ഡിഫറൻസ് വന്നതുകൊണ്ട് ഇൻറ്റീജർ നമ്പറിന് പകരം ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതുകൊണ്ട് അത് അവിടെ വെച്ച് മാറിയത് കൊണ്ട്, അതായത് ചേഞ്ച് വന്നതുകൊണ്ട് ആദ്യത്തെ നമ്പർ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അത് ആദ്യത്തെ നമ്പർ അക്സെപ്റ്റ് ചെയ്യുമ്പം തന്നെ മിസ്റ്റേക്സ് അത് മനസ്സിലാവും. അതപ്പം തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. രണ്ടാമത്തെ നമ്പർ എൻട്രി ചെയ്യാനായിട്ട് എന്നെ ചോദിക്കത്തില്ല. രണ്ടാമത് ടൈപ്പ് ചെയ്യുന്ന നമ്പർ അത് അക്സെപ്റ്റ് ചെയ്യുകയില്ല. ആദ്യത്തെ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പ്രോഗ്രാം ഇൻപുട്ട് സ്വീകരിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ള ഡാറ്റ വെച്ചിട്ടുള്ള സം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ തെറ്റായ ഒരു റിസൾട്ടായിരിക്കും ആ പ്രോഗ്രാം തരുന്നത്. ഇൻറ്റീജർ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മളൊരു ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ തെറ്റായ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻറ്റീജർ നമ്പർ എൻ്റർ ചെയ്യേണ്ടടുത്ത് കറക്റ്റ് ഇൻറ്റീജർ നമ്പർ തന്നെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ഇതേ സെയിം പ്രോഗ്രാം തന്നെ എക്ക് ആദ്യം നമ്മൾ കറക്റ്റ് ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ നമ്പറിനും കൂടെ നമ്മൾ ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇതേ പ്രോഗ്രാം തന്നെ, ഇതേ പ്രോഗ്രാമിൽ തന്നെ രണ്ടാമത്തെ നമ്പർ നമ്മൾ ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഫ്ലോട്ടായിരുന്നു വേണ്ടത്, പകരം ഇൻറ്റീജർ നമ്പർ പകരം ഫ്ലോട്ടായിരുന്നു, അതായത് ഡെസിമൽ പ്ലേസ് ഉള്ള നമ്പറിന് പകരം നമ്മൾ ഇൻറ്റീജർ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നു. ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും നമ്മൾ ഇൻറ്റീജർ നമ്പർ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ സത്യം പറഞ്ഞാൽ എററൊന്നും കാണിക്കത്തില്ല. കാരണം നമ്മളിവിടെ രണ്ടാമത്തെ നമ്പർ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തത്. ബി എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് 30 എന്നാണ് നമ്മൾ എൻ്റർ ചെയ്തത്. 30 എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണല്ലോ, 30 ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. കമ്പ്യൂട്ടർ അതിനെ 30.0 ആയിട്ട് അങ്ങ് എടുത്തോളും. അപ്പോൾ അതായത് 30 നമ്മൾ എൻ്റർ ചെയ്താലും 30.0 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറാണല്ലോ. 30.0 എന്ന രീതിയിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും. അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ആ റിസൾട്ട് അങ്ങ് തന്നോളും. അതുവരെയുള്ള സം എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് റിസൾട്ട് അങ്ങ് തന്നോളും. അപ്പം ഇവിടെ സത്യം പറഞ്ഞാൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇൻറ്റീജർ വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും എൻ്റർ ചെയ്ത് കൊടുത്താലും വലിയ കുഴപ്പം കാണത്തില്ല. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ടിലുള്ള നമ്പർ തന്നെയായിരിക്കും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി എങ്ങാനും മാറിപ്പോയാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവിടെ കാണിച്ചത്. ഇവിടെ സത്യം പറഞ്ഞാൽ റിസൾട്ട് മാറിയൊന്നുമില്ല, അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണെങ്കിലും ഇൻറ്റീജർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊള്ളും, വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഇനിയിപ്പോൾ നോക്കുക, ഞാനിവിടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നമ്മൾ 30 ആണല്ലോ എൻ്റർ ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ 20.0 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന്. ഇവിടെ നമ്മൾ ആദ്യത്തെ വേരിയബിളിനെ നമ്മൾ ഒരു ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് 20.0 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വന്നതാണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല.
ഇവിടെ ആദ്യത്തെ വേരിയബിൾ ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് നമ്മൾ ഒരു ഫ്ലോട്ട് 20.0 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. 20.0 ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് 20 ആയിട്ട് അത് എടുക്കത്തില്ല. അവിടെ വെച്ച് തന്നെ അത് കട്ടാവും. ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് അതുവരെയുള്ള ഇൻപുട്ട് വെച്ചിട്ട് അത് ഔട്ട്പുട്ട് ചുമ്മാ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു റിസൾട്ട് അത് ഔട്ട്പുട്ടായിട്ട് കാണിക്കുകയും ചെയ്യും. അതായത് ഇൻറ്റീജർ നമ്പറിന് പകരം 20.0 അതായത് 0.0 എന്ന രീതിയിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ മുമ്പ് ചെയ്ത കാര്യത്തിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്തോളൂ. അതായത് ഫ്ലോട്ട് ചോദിച്ചിട്ട് ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്തോളും. പക്ഷേ നേരെ തിരിച്ച് ഇൻറ്റീജർ നമ്പറിന് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞാനിത് പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും. ഈ വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ കേൾക്കാനായിട്ട് ശ്രമിക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻറ്റീജർ നമ്പറിന് ചോദിക്കുമ്പോൾ നമ്മൾ ഇൻറ്റീജർ നമ്പറെ സാധാരണ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുള്ളൂ, എന്നാലേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ ഞാനിവിടെ. അല്ലാതെ ഇത് കാണാതെ പഠിച്ച് വയ്ക്കണം എന്നൊന്നുമില്ല. ഇനി വേറൊരു ഡൗട്ട് പറയാം. നമ്മളുടെ ആദ്യത്തെ നമ്പറിനെ ഇൻറ്റീജർ നമ്പറായിട്ടും രണ്ടാമത്തെ നമ്പറിനെ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറുമായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ സംഭവം ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പം ചോദിക്കുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ എൻട്രി ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു ക്യാരക്ടറാണ് എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആൽഫബറ്റാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എൻ്റെ 2 നമ്പേഴ്സ് A and B എന്ന് ചോദിക്കുക. നമ്മൾ വെറുതെ A എന്ന് പറയുന്ന ആൽഫബറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പ്രോഗ്രാം അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഒരു രീതിയിലും ആ വാല്യൂവിനെ ഈ വേരിയബിളിലൂടെ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. ഇൻറ്റീജർ വാല്യൂ ആയിട്ടോ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആയിട്ടോ സ്റ്റോർ ചെയ്യാനൊക്കത്തില്ല. കാരണം A എന്ന് പറയുന്ന ആൽഫബറ്റിനെയാണ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്തത്. അങ്ങനെയാണ് ഈ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുക പോലുമില്ല. അവിടെ വെച്ച് തന്നെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് 0 എന്നൊക്കെ കാണിക്കും. അതായത് തെറ്റായിട്ടൊരു ഔട്ട്പുട്ടായിരിക്കും കാണിക്കുന്നത്. ചില കമ്പൈലേഴ്സ് ആണെങ്കിൽ ഇവിടെ വെച്ച് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ചില കമ്പൈലർ ആണെങ്കിൽ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കും വെറുതെ. അപ്പോൾ എന്താണെന്ന് തെറ്റായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് എൻട്രി ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ ഒരു ആൽഫബറ്റാണ് എൻട്രി ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും എന്നൊക്കെ പറയാം. എന്തായിരുന്നാലും തെറ്റായ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യം എൻട്രി ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ നമ്മൾ ഇൻറ്റീജർ ആയിട്ടും ഡിക്ലെയർ ചെയ്തു, രണ്ടാമത്തെ നമ്പറിനെ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലും ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഈ സം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ സം എന്ന് പറഞ്ഞ വേരിയബിൾ ഫ്ലോട്ട് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. കാരണം ഒരു ഇൻറ്റീജർ നമ്പറും ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പറും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഡെസിമൽ പ്ലേസസ് ഉള്ള നമ്പർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ സം എന്ന് പറയുന്ന വേരിയബിളും ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യത്തെ നമ്പർ ആസ് യൂഷ്വൽ ഇൻറ്റീജർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ നമ്പർ നമ്മൾ ഒരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പം A+B=സം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എയിലും ബിയിലും സ്റ്റോർ ചെയ്യുന്ന നമ്പർ സം ചെയ്യപ്പോൾ ഏകദേശം 50.56 എന്ന് കിട്ടും. ആ നമ്പറിനെ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സം എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഇൻറ്റീജർ നമ്പറായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഡെസിമൽ പ്ലേസസ് അതിൽ സ്റ്റോർ ആകത്തില്ല. അതിപ്പം <0.5 ആയിരുന്നാലും <0.5 ആയിരുന്നാലും ആ നമ്പർ ഡെസിമൽ പോയിന്റ് മുതലുള്ള നമ്പേഴ്സ് അതിലോട്ട് സ്റ്റോർ ആവത്തില്ല. ആദ്യത്തെ ഇൻറ്റീജർ നമ്പർ മാത്രമേ സ്റ്റോർ ആവത്തുള്ളൂ. അതായത് 50.56 എന്ന നമ്പറിനെ 0.56 എന്നത് ട്രിം ചെയ്തിട്ട് 50 എന്ന നമ്പർ മാത്രമേ ഈ സമ്മിലോട്ട് അങ്ങ് സ്റ്റോർ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 50 ആയിട്ട് കാണിക്കുന്നത്. കാരണം 50.56 എന്ന വാല്യൂ അതിലോട്ട് ഈ സം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. 50 മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് 50 എന്ന നമ്പർ എഴുതി കാണിക്കും. അപ്പം ഇത് ഒരെണ്ണം നോക്കാം. ഇനി ഞാനൊരു വ്യത്യാസം ഈ പ്രോഗ്രാമിൽ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുക, ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം വളരെ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറയാം. ഇത് ഇത്രയേ ഉള്ളൂ, ഇതും ഇത്രയേ ഉള്ളൂ, ഇത് വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാം, ഇതും ചെറുതാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വേണമെങ്കിൽ ഒരു ലൈനിൽ തന്നെ എഴുതാം, കമ്പൈൻ ചെയ്തൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ആയി എന്ന് കാണിക്കാനുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സെമി കോളനാണ്. ഈ സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നു എന്നാണ് അർത്ഥം. എന്നിട്ട് സെയിം ലൈനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. കാരണം സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എൻഡായി എന്നാണ് അർത്ഥം. എന്നിട്ട് ആ ലൈനിൽ തന്നെ ആ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാലും അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തോളും. ഇവിടെ ഇപ്പം ഞാൻ ഇൻറ്റ് A, സം എന്നതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് സെമി കോളൻ ഇട്ടു. അപ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് തീർന്നു. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഫ്ലോട്ട് B എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതേ ലൈനിൽ തന്നെ അങ്ങ് എഴുതി.
ഇത് സത്യം പറഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തോളും. ഇങ്ങനെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഈ സിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സെയിം ലൈനിൽ തന്നെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സെമി കോളൻ ഉള്ളതുകൊണ്ട് ആ തമ്മിൽ ക്ലാഷ് വരത്തില്ല. നമുക്ക് ഇവിടെ വളരെ സ്പേസ് സേവ് ചെയ്യാനായിട്ട് സിൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആ ലൈനിൽ തന്നെ അങ്ങ് എഴുതാം. ഇതൊന്നും മിസ്റ്റേക്ക് അല്ല. അപ്പോൾ നമുക്ക് സ്പേസ് സേവ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഒരു ലൈനിൽ തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതാം. ഇതിപ്പോൾ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഒരു ലൈൻ ആണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമുക്ക് ഒരു ലൈനിൽ അങ്ങ് എഴുതാം. അതൊന്നും മിസ്റ്റേക്ക് അല്ല. ഇവിടെ ഈ സെമി കോളൻ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഹോംവർക്ക് പോലെ ഞാൻ തരാം. ഹോംവർക്കാണ്, അസൈൻമെൻ്റ് ഒന്നുമല്ല, ഹോംവർക്കാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് കാണിക്കുക. ചെയ്ത് കാണിക്കണമെന്നുമില്ല, നിങ്ങൾ എഴുതി നോക്കുക, റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഹോംവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ 3 ഡെസിമൽ നമ്പേഴ്സിനെ സം ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആവറേജും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക. അതായത് 3 നമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, 3 ഡെസിമൽ നമ്പേഴ്സിനെ, അതായത് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കണം ഈ 3 വേരിയബിൾസും ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക, അതിനെ സം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സമ്മിൻ്റെ ആവറേജ് കണ്ടെത്തുക, ആ 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടെത്തുക. അത് സിമ്പിളാണ്. സം എന്ന് പറയുന്ന ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ കിട്ടുന്ന ആ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവറേജും കിട്ടും. എന്നിട്ട് ആ സമ്മിനെയും ആവറേജിനെയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എനിക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് ഔട്ട്പുട്ട് വേണ്ടത് എന്ന് പറയാം. ആദ്യം എൻ്റെ 3 ഡെസിമൽ നമ്പേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി 3 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. ആ 3 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആർ എന്നും പറഞ്ഞ് ഈ 2 വാല്യൂസ് അങ്ങ് ടൈപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതി നോക്കുക, ശ്രമിക്കുക, എഴുതാനായിട്ട് ശ്രമിക്കുക. അത് നടക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാനായിട്ട് ശ്രമിക്കുക. കിട്ടിയില്ല എങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കാം. കിട്ടുന്നെങ്കിൽ വളരെ നല്ല കാര്യം. അപ്പം ഹോംവർക്കായിട്ട് എഴുതിയാൽ മതി. നിർബന്ധമായിട്ടും ചെയ്ത് കാണിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. മാർക്ക് കുറയുകയൊന്നുമില്ല, അറ്റൻഡൻസ് കിട്ടാതിരിക്കുകയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വെറുതെ ഹോംവർക്കായിട്ട് തന്നു എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് എക്സാമ്പിൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.